ഹലോ ഫ്രണ്ട്സ്, എവർക്കും മോട്ടോസ്പീഡ് ഓട്ടോമോട്ടീവ് കെയറിൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സുമേഷ് കാർത്തി. ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഷെവർലെ സ്പാർക്ക് എന്ന വാഹനം നമ്മൾ റീടെസ്റ്റ് വർക്കിന് വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ വണ്ടിയിൽ എന്തൊക്കെ വർക്കാണ് ചെയ്തിട്ടുള്ളത്, അതുപോലെ തന്നെ നമ്മൾ ഇതിലൊരു സംഭവം ചെയ്തിട്ടുണ്ട്. അതായത് ഇതിലൊരു പവർ സ്റ്റിയറിംഗ് ചെയ്തിട്ടുണ്ട്, അത് ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗ് ചെയ്തിട്ടുള്ളത്, അത് വോൾട്ടഡ് പവർ സ്റ്റിയറിംഗ് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുള്ളത്. സാധാരണ ഈ ഷെവർലെ വാഹനങ്ങളിൽ ഹൈഡ്രോളിക് പവർ സ്റ്റിയറിംഗ് വരാറുണ്ട്, അതുപോലെ ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗ് വരാറുണ്ട്. ഈ സ്പാർക്കിന് വരുന്നത് ഹൈഡ്രോളിക് പവർ സ്റ്റിയറിംഗ് വരുന്നത്. അപ്പോൾ നമ്മൾ അതിനെ ഇതിൽ പവർ സ്റ്റിയറിംഗ് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഓൾട്ടോയിൽ എങ്ങനെയാണ് നമ്മുടെ ഒരു സ്റ്റിയറിംഗ് വരുന്നത് അത്യാവശ്യം ഹാർഡായിരിക്കില്ല. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിനും നല്ല സ്റ്റിയറിംഗ് ഹാർഡായിരുന്നു. അപ്പോൾ നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്തിട്ട് നമ്മളൊരു നോർമൽ സ്റ്റിയറിംഗ് കോളത്തിനെ നമ്മൾ ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗ് ആയിട്ട് മാറ്റിയിട്ടുണ്ട്. അത് നമ്മൾ ഈ ഓൾട്ടോയുടെ പവർ സ്റ്റിയറിങ്ങിൻ്റെ കോളവും കാര്യങ്ങളും അതിൻ്റെ മോട്ടറും കാര്യങ്ങളൊക്കെ എടുത്ത് ലേത്ത് വർക്ക് കൊടുത്തിട്ടാണ് നമ്മൾ ആ ഒരു വർക്ക് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നമ്മുടെ വാഹനത്തിൽ എന്തൊക്കെ വർക്കാണ് ചെയ്തിട്ടുള്ളത്, അതുപോലെ തന്നെ പവർ സ്റ്റിയറിംഗ് കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് കാണാം. സോ മോട്ടോസ്പീഡ് ഓട്ടോമോട്ടീവ് കെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സോ ഹലോ മച്ചന്മാരെ, നമ്മുടെ ഇതാണ് നമ്മുടെ ഒരു സ്പാർക്ക് നമ്മൾ റീടെസ്റ്റ് വർക്കിന് വേണ്ടി എടുത്തിട്ടുള്ള വാഹനം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ കണ്ടീഷൻ എന്ന് വെച്ചാൽ വളരെ മോശമായിരുന്നു. അതായത് സൈഡ് കാര്യങ്ങളൊക്കെ ഫുള്ളും ഡെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വിൻഷീൽഡ് ഗ്ലാസ് പൊട്ടിയിട്ടുണ്ടായിരുന്നു. സീറ്റും കാര്യങ്ങളൊക്കെ നോർമൽ സീറ്റ്, അത് നമ്മുടെ കമ്പനി സീറ്റ് എങ്ങനെയാണ് വരുന്നത് ആ ഒരു സീറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇപ്പം വാഹനത്തിലുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇതിന് പവർ സ്റ്റിയറിംഗ് കാര്യങ്ങളൊന്നും ഇല്ല, അത് നോർമൽ ഒരു സ്റ്റിയറിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്തിട്ട് ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗ് ആക്കി മാറ്റിയിട്ടുണ്ട്. പിന്നെ പറയാനായിട്ടാണെങ്കിൽ നമ്മൾ വീൽ കപ്പും കാര്യങ്ങളൊക്കെ നോർമലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു യുണീക്കായിട്ട് തോന്നാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയ രീതിയിൽ, വലിയ രീതിയിലല്ല എങ്കിലും നമുക്കൊരു കളറ് കുറച്ചും കൂടെ അട്രാക്റ്റീവ് ആകാൻ വേണ്ടിയിട്ട് നമ്മൾ ഡോർ ഹാൻഡിലും കാര്യങ്ങളും ഗ്ലോസി ബ്ലാക്ക് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഒരു വാഹനത്തിൻ്റെ മിറർ വന്നിട്ട് മിഡ് നൈറ്റ് ബ്ലാക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു കളറാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതായത് ബ്ലാക്കാണ്. അതുപോലെ തന്നെ ഒരു ബ്ലൂ കളർ ചെറിയ ഒരു ഗ്ലിറ്ററിങ് കാര്യങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ട് നോക്കുമ്പോൾ ഇതിൻ്റെ ഹെഡ്ലൈറ്റും കാര്യങ്ങളും നല്ല ഫെയ്ഡായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹെഡ്ലൈറ്റും കാര്യങ്ങളെല്ലാം നമ്മൾ മാറി, ലോഗോസ് എല്ലാം പുതിയതാണ്. അതുപോലെ തന്നെ ലോഗോയുടെ താഴെയായിട്ടുള്ള ആ ഒരു ബാഡ്ജിങ്, അതായത് ഒരു ഇതുപോലെ കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അത് ക്രോം കളറായിരുന്നു. അപ്പോൾ നമ്മളതിനെ ഗ്ലോസി ബ്ലാക്ക് പെയിൻ്റാക്കി മാറ്റിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മളൊരു ബമ്പറിൻ്റെ താഴെയായിട്ട് നമ്മളൊരു സ്കർട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഒരു ഹ്യൂണ്ടായി ആയിട്ടുള്ള സ്കർട്ടാണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ബമ്പറിൻ്റെ താഴെയായിട്ട് ഒരു ഫോഗ് ലാമ്പിൻ്റെ ഒരു ഇത് കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അത് നമ്മൾ ഇത്രയും ഭാഗം ബ്ലാക്കാക്കി ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇത് കസ്റ്റമർ ചൂസ് ചെയ്തിട്ടുള്ള വീൽ കപ്പും കാര്യങ്ങളാണ്. നമ്മൾ കുറച്ച് മോഡൽസും കാര്യങ്ങളും അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി ചൂസ് ചെയ്ത വീൽ കപ്പും കാര്യങ്ങളുമാണ്. പിന്നെ നമ്മളിതിൽ ചെയ്തിട്ടുള്ള വർക്കെന്ന് പറയുമ്പോൾ സീറ്റ് കാര്യങ്ങളൊക്കെ അപ്പോൾസ്റ്ററിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. സീറ്റ് വർക്കും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് രണ്ട് സീറ്റും ബാക്ക് സീറ്റും കാര്യങ്ങളെല്ലാം ചെയ്തു. പിന്നെ നമുക്ക് ലാസ്റ്റ് നമ്മുടെ പവർ സ്റ്റിയറിംഗ് കാണാം. അപ്പോൾ ഇതെല്ലാം നോക്കിയിട്ട് നമ്മുടെ ഒരു വെതർ സ്ട്രിപ്പും കാര്യങ്ങളൊക്കെ മാറി. അങ്ങനെ അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്ക് ടെയിൽ ലാമ്പ് ആയിരുന്നാലും എല്ലാം പഴയ ടെയിൽ ലാമ്പ് നമ്മൾ റീസ്റ്റോർ ചെയ്ത് പോളിഷ് ചെയ്തെടുത്തതാണ്. പിന്നെ പറയാനായിട്ടാണെങ്കിൽ ബാക്ക് മഡ്ഫ്ലാപ്പൊന്നും മാറിയിട്ടില്ല. ബാക്ക് മഡ്ഫ്ലാപ്പെല്ലാം പഴയത് തന്നെയാണ്. അങ്ങനെ കുറേയൊക്കെ നമുക്ക് പറ്റുന്നതെല്ലാം നമ്മൾ റീസ്റ്റോർ ചെയ്തെടുത്തു. അല്ലാത്ത ഒട്ടും പറ്റാത്ത പാർട്സ് മാത്രം നമ്മൾ ചേഞ്ച് ചെയ്തു. പിന്നെ നമുക്ക് ബാക്ക് സീറ്റ് നമുക്ക് നോക്കാം. സോ ഇതാണ് നമ്മുടെ ബാക്ക് സീറ്റ്. അതും ഒരു ക്രോസ് സ്റ്റിച്ചിങ് കൊടുത്തിട്ടാണ് നമ്മളൊരു സീറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഈ ഒരു ഡിസൈൻ അയച്ചു കൊടുത്തു. അപ്പോൾ പുള്ളി കളറും കാര്യങ്ങളും സെലക്ട് ചെയ്തിട്ട് ബീജും ബ്ലാക്കുമായിട്ട് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. സോ കാരണം വെച്ചാൽ ഓൾറെഡി നമ്മുടെ ഇൻറ്റീരിയർ ബീജ് കളറാണ്. സോ അവിടെ ഒരു ബീജ് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ലുക്കാവുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആ ഒരു ബീജ് കളർ കൊടുത്തു. അതുപോലെ തന്നെ നമ്മുടെ സീറ്റ് വന്നിട്ട് ക്രോസ് സ്റ്റിച്ചിങ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്ക്, നമ്മുടെ സീറ്റിൻ്റെ ബാക്കിൽ നമുക്ക് സ്റ്റോറേജും കാര്യങ്ങൾക്കും ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. സ്റ്റോറേജ് സാധനങ്ങൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ പവർ സ്റ്റിയറിങ് കാര്യങ്ങളാണ്. നമുക്കതും കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം. സോ നമ്മൾ കീ ഓണാക്കുന്ന സമയത്ത് ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇലക്ട്രോണിക് പവർ സ്റ്റിയറിങ് നമ്മളിതിൽ ഫിറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോഴും സ്റ്റിയറിങ് സ്റ്റാർട്ട് ചെയ്തു. നമുക്ക് ഒരു കൈ കൊണ്ട് തന്നെ നമുക്ക് സ്റ്റിയറിങ് തിരിക്കാവുന്ന രീതിയിലാണ് നമുക്ക് ഈ ഒരു സ്റ്റിയറിങ്ങിൻ്റെ ഫ്രീ എന്ന് പറയുന്നത്.
സോ പിന്നെ അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിന് RPMൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു, ചെറിയൊരു RPM നിൽക്കാത്തൊരു കംപ്ലൈൻറ്റ് കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ത്രോട്ടിൽ ബോഡി ഇളക്കിയിട്ട് അത് കാലിബ്രേറ്റ് ചെയ്ത് നമ്മളത് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ എൻജിൻ റൂം നോക്കുകയാണെങ്കിൽ നമ്മുടെ പവർ സ്റ്റിയറിങ്ങിൻ്റെ വയറും കാര്യങ്ങളും ബാറ്ററിയും ഡയറക്റ്റാണ് എടുത്തിട്ടുള്ളത്, എല്ലാം സ്ലീവ് ചെയ്തിട്ടാണ് പക്കയായിട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് നമ്മളൊരു വാഹനത്തിൽ ചെയ്തിട്ടുള്ള വർക്ക് എന്ന് പറയുന്നത്. സോ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു വാഹനത്തിൽ ചെയ്തിട്ടുള്ള വർക്ക് എന്ന് പറയുന്നത്. നമുക്ക് ഇപ്പോൾ വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ, നമ്മൾ അത്രയും പറ്റുമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പഴയ വീഡിയോസ്, അതായത് ഫോട്ടോസും കാര്യങ്ങളും നമ്മുടെ സ്റ്റോർ ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഫോണിലുണ്ട്. അപ്പോൾ ആ ഫോട്ടോസും വീഡിയോസും കൂടെ പറ്റുമെങ്കിൽ മാക്സിമം അപ്ലോഡ് ചെയ്തിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ആ ഒരു ഡിഫറൻസും കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റും. സോ ഈ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യാൻ നോക്കുക. സോ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ഇറ്റ്സ് മീ സുമേഷ് കാർത്തി, സൈനിങ് ഓഫ്.